രഞ്ജി ട്രോഫിയിൽ ജമ്മു കശ്മീരിനെതിരെ പ്രതിരോധ കൗട്ട കിട്ടിയ കേരളം സെമിയിൽ. അവസാന ദിനം പ്രതിരോധത്തിലൂന്നി ബാറ്റ് വീശിയ കേരളത്തിന് മുന്നിൽ ജമ്മു അടിയറവ് പറഞ്ഞു. ഒന്നാം ഇന്നിംഗ്സിലെ 1 റൺസ് ലീഡാണ് കേരളത്തിനെ തുണച്ചത്. 17 തുടങ്ങുന്ന സെമിയിൽ കേരളം ഗുജറാത്തിനെ നേരിടും. അവസാന ദിനം കേരളത്തെ പുറത്താക്കാമെന്ന ജമ്മുവിന്റെ മോഹങ്ങൾക്ക് മുന്നിൽ സൽമാൻ നിസാറും മുഹമ്മദ് അസറുദ്ദീനും ഉറച്ചുനിന്നതോടെ കേരളം 6 വർഷത്തിനു ശേഷം സെമിയിലേക്ക് മാർച്ച് ചെയ്തു. ആദ്യ ഇന്നിംഗ്സിൽ നേടിയ 1 റൺസിന്റെ ലീഡിന്റെ ബലത്തിൽ അവസാന ദിനം സമനില എന്ന ലക്ഷ്യത്തോടെയാണ് കേരളം ബാറ്റ് വീശിയത്. സമീപകാലത്ത് ഒന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ കേരളം പ്രതിരോധം തീർത്തതോടെ ജമ്മു വലഞ്ഞു. അക്ഷയ് ചന്ദ്രനും ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും കേരളത്തിന് മികച്ച തുടക്കമാണ് നൽകിയത്. 183 പന്തുകളിൽ 48 റൺസുമായി അക്ഷയ് ചന്ദ്രനും 162 പന്തുകളിൽ 48 റൺസുമായി സച്ചിൻ ബേബിയും പുറത്തായതോടെ കേരളം പരുങ്ങി. തുടരെ 4 വിക്കറ്റ് വീഴ്ത്തി ജമ്മു വിജയം സ്വപ്നം കണ്ടപ്പോഴാണ് സൽമാൻ അസറുദ്ദീൻ സഖ്യം നിലയുറപ്പിച്ചത്. പിന്നെ കണ്ടത് ക്ഷമ നശിക്കുന്ന ജമ്മു ബോളർമാരെയാണ്. പഠിച്ച പണി 18 പയറ്റിയിട്ടും കൂട്ടുകെട്ട് പൊളിക്കാൻ കഴിയാതെ ജമ്മു ബോളർമാർ തളർന്നു. ആദ്യ ഇന്നിംഗ്സിൽ 112 റൺസോടെ വാലറ്റത്തെ കൂട്ടുപിടിച്ച് സൽമാൻ നിസാർ നടത്തിയ പോരാട്ടമാണ് കേരളത്തിന് 1 റൺസിന്റെ ലീഡ് സമ്മാനിച്ചത്. രണ്ടാം ഇന്നിംഗ്സിൽ 162 പന്തിൽ 44 റൺസ് നേടിയ സൽമാനും 118 പന്ത് നേരിട്ട് 67 റൺസ് നേടിയ മുഹമ്മദ് അസറുദ്ദീന്റെയും 7ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് കേരളത്തിന് സമനില സമ്മാനിച്ചത്. 42 ഓവറുകൾ പ്രതിരോധിച്ചിരുവരും ചേർന്ന് 111 റൺസാണ് കൂട്ടിച്ചേർത്തത്. 2 ഇന്നിംഗ്സിലുമായി കേരളത്തിന്റെ MD നിതീഷ് 10 വിക്കറ്റുകൾ നേടി. ഇത് 2ാം തവണയാണ് കേരളം രഞ്ജി ട്രോഫി സെമിയിലെത്തുന്നത്. 2019 കേരളം രഞ്ജിയിൽ ഇതിനു മുമ്പ് സെമിയിലെത്തിയത്. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.